അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മലേഷ്യൻ ബ്ലോഗിന്റെ 10ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ ബാട്ടു കേവ്സിലേക്കാണ് പോകുന്നത്. രാവിലെ അതുപോലെ ഗ്രാബ് ടാക്സി കുളിച്ചിറങ്ങി. നമ്മുടെ ട്രിപ്പ് ഫുള്ള് നമ്മുടെ സ്വന്തം പ്ലാനിങ് ആണ് കേട്ടോ. നമുക്ക് വേറെ പറഞ്ഞ ട്രിപ്പ് അഡ്വൈസേഴ്സ് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ സ്വന്തം പ്ലാനിങ്ങിലാണെല്ലാം. നമുക്ക് സൗകര്യമുള്ള സമയത്ത് ഇറങ്ങിയാൽ മതി. കൊച്ചും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് കൺവീനിയൻ്റ് ആണ്, ഫ്ലെക്സിബിൾ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ദിവസം മാറ്റണമെങ്കിലൊക്കെ നടക്കും. ഏതെങ്കിലുമൊക്കെ പ്ലേസസ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിലോ റിമൂവ് ചെയ്യണമെങ്കിലോ ഒക്കെ സാധിക്കും. അപ്പം നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് അങ്ങോട്ട് ആസ്വദിച്ച് പോകാൻ പറ്റും. അപ്പം അത് വളരെ ഒരു നല്ല കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങളിത് ഫസ്റ്റ് ടൈം ആയിരുന്നു അപ്പം ഇന്റർനാഷണൽ. അപ്പം ഞങ്ങളിതിനെ പ്ലാൻ ചെയ്തപ്പോൾ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. ബട്ട് ഇതാണ് നല്ലത് എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്കുണ്ടായി. അപ്പം ഇനിയൊക്കെ ഇങ്ങനെ ഫസ്റ്റ് ടൈം പോകാൻ ഉദ്ദേശിക്കുന്നവർ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാം. വലിയ ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമില്ല. കുറച്ച് ബഡ്ജറ്റൊക്കെ കുറച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് ടൗണിൽ നിന്ന് അങ്ങോട്ടും കുറച്ച് മാറിയുള്ള സ്റ്റേ ഒക്കെ പ്രിഫർ ചെയ്യുക. കാരണം നമുക്ക് ഈ പറഞ്ഞ കമ്മ്യൂട്ടേഷൻ ഒന്നും വലിയ പ്രശ്നമില്ല. ടാക്സിയും ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് ആവശ്യത്തിന്. നമ്മുടെ നാട്ടിലെ പോലെ അത്ര ടാക്സി കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. ഓൺലൈനായിട്ട് ഗ്രാബ് ടാക്സി നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സാധിക്കുന്നുണ്ടായിരുന്നു. 5-10 മിനിറ്റുള്ളിൽ എല്ലായിടത്തും നമുക്ക് അവൈലബിൾ ആയിരുന്നു. ആരും അങ്ങനെ റൈഡ് ക്യാൻസൽ ചെയ്യുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ട്രാഫിക്കൊക്കെ കുഴപ്പമില്ല. ഒരുവിധം വെൽ ഓർഗനൈസ്ഡ് ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നമുക്ക് പോകേണ്ട മെയിൻ സ്ഥലങ്ങളിലൊന്നും വലിയ ട്രാഫിക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. ടൗണിൽ കൂടെയും മെയിൻ ഡെസ്റ്റിനേഷനിൽ കൂടെയും. ആ ദൂരെ കാണുന്നതാണ് നമ്മുടെ ബാട്ടു കേവ്സിന്റെ ആ ഹിൽസ് കാണുന്നത്. അതിലാണ് നമ്മുടെ ബാട്ടു കേവ്സ് ഉള്ളത്. നമ്മളെ മെയിൻ എൻട്രൻസിന്റെ അവിടെ എത്തി. നമ്മളെ സർവീസ് റോഡ് വഴി നമ്മുടെ ഡ്രോപ്പ് ഓഫ് പോയിന്റിലോട്ടാണ്. നിങ്ങൾക്ക് കാണാൻ വരി കിടക്കുന്നത് ഗ്രാബ് ടാക്സീസ് ആണ്. ടാക്സീസ് പറഞ്ഞ് ഇങ്ങനെ ആളുകളെ ഇറക്കി കയറ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് അതിന്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ബാട്ടു കേവ്സിന്റെ അങ്ങോട്ടുള്ള അതിന്റെ അവിടുത്തെ പാർക്കിങ്ങും അങ്ങോട്ടൊക്കെ ഉള്ള എൻട്രൻസ് ആണ്. അപ്പം അവിടെ നമുക്ക് ഈ കാണാം, അകത്തേക്ക് കയറിയ വിശാലമായ സ്ഥലമാണ്. അവിടെ പാർക്കിംഗ് ഉണ്ട്. ബാക്കി അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഹോട്ടലുകളും നല്ല മനോഹരമായൊരു കവാടൊക്കെയാണ്. വലിയതൊന്നുമല്ല എങ്കിലും നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഉള്ള അമ്പലങ്ങളുടെയൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണുന്ന പോലുള്ള ഒക്കെ അങ്ങ് ദൂരെ നമ്മുടെ മുരുകന്റെ ആ വലിയ ശില്പവും ഫേമസ് ആയിട്ടുള്ള ശില്പവും അവിടെയുള്ള കളർഫുൾ സ്റ്റെപ്പുകളും ഒക്കെ കാണാം. കയറി പോകുന്നത് ആ മലയുടെ അകത്തോട്ടുള്ള കേവ്സിലോട്ട് കയറി പോകുന്നത്. നമ്മളവിടെ അങ്ങനെ ഇറങ്ങി, വണ്ടിയിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് അകത്ത് കയറി. അത്യാവശ്യം നല്ല വെയിലും ചൂടൊക്കെ ഉണ്ട്. മോളും കൂടെ ഉള്ളതുകൊണ്ട് കുടയും കൂടെയൊക്കെ എടുത്ത് അധികം വെയിൽ കൊള്ളാണ്ട് പോകുന്നത്. കാരണം തുറന്ന സ്ഥലമായതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിലാണ്, വെയിലും ചൂടും. ആളുകളുടെ കയ്യിലൊക്കെ വിശറി കാണാം. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പോൾ ചൂട് എത്രമാത്രം ഉണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ വെൽ മെയിൻറ്റെയിൻഡ് ഏരിയ ആണ്. ടൈലൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ബസ്സുകൾക്ക് സെപ്പറേറ്റ് പാർക്കിംഗ് ഉണ്ട്. കുറച്ച് ദൂരെ നമുക്കിങ്ങനെ അകത്തേക്ക് നടക്കാനുണ്ട്. പക്ഷെ വെയിലൊക്കെ ഉള്ളപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കുടയൊക്കെ കരുതുന്നത് വളരെ നല്ലതാണ്. ഇതിപ്പോൾ നമുക്ക് അതിൻ്റെ താഴെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ചെറിയ ടെമ്പിളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചെറിയ പ്രെയർ ഹോൾ പോലെ ഉണ്ട്. ഈ ഭാഗത്ത് കുറെ റെസ്റ്റോറൻറ്റ്സും സ്റ്റോറുകളും ഒക്കെയാണ്. വളരെ കളർഫുൾ ആയിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാട്ടു കേവ്സ് എന്നുള്ളൊരു സെൽഫി പോയിന്റ് പോലെ എൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട്. ഈ റെസ്റ്റോറൻറ്റിന്റെ ഈ സ്റ്റോറിന്റെ ഒക്കെ ഭാഗമൊക്കെ അവർ നല്ല കളർഫുൾ ആയിട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ സ്റ്റെപ്പ് കണ്ടു. അപ്പം സ്റ്റെപ്പും പല കളറിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ കളറൊക്കെ ആയിട്ട് മാച്ച് ആവുന്ന രീതിയിൽ നല്ല കളർഫുൾ ആയിട്ടെല്ലാം വെച്ചിട്ടുണ്ട്.
റെസ്റ്റോറൻറ്റ് അകമൊക്കെ അവർ ഒരു തീം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ് ഫുള്ളായിട്ട്. വളരെ ഒരു ക്യാച്ച് ചെയ്യണം, നല്ല ഭംഗിക്ക് ചെയ്തിട്ടുണ്ട് അവർ. ചൂട് കാരണം തന്നെ എല്ലാ റെസ്റ്റോറൻറ്റ്സിലും കയറുന്നിടത്ത് തന്നെ കൈക്ക് വെച്ചിട്ടുണ്ട് അവർ. പിന്നെ പിള്ളേരെ പിടിക്കാനായിട്ട് ഐസ്ക്രീം, ഇതുപോലുള്ള ചെറിയ തൊപ്പി കുടാവടി ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. കാരണം ചൂട് തന്നെ കാരണം കൂളിംഗ് ഗ്ലാസ്, ബാക്കി സോവനിയർ ഐറ്റംസ് ആണ് നമ്മളെല്ലാം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ കാണുന്ന പോലെ തന്നെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് അവിടെ. മലേഷ്യയിൽ തമിഴ് വംശജരുടെ സ്വാധീനം വളരെ കൂടുതലാണ്. അതായത് പോപ്പുലേഷന്റെ 7% തമിഴ് വംശജരാണ്, 24 ലക്ഷത്തോളം. അപ്പോ ഈ ബാട്ടു കേവ്സിനകത്ത് മുരുകന്റെ ക്ഷേത്രം സ്ഥാപിച്ചതും അവിടെ ഇത് തുടങ്ങിയതും ഒക്കെ തമിഴ് വംശജരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ സ്വാധീനം നമുക്ക് ഇവിടെ റെസ്റ്റോറൻറ്റ്സും എല്ലാം കാണാം. എല്ലാം ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ആണ്. സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളാണ് അവിടെ കിട്ടുക. ദോശ, ഇഡലി, റൈസ് ഐറ്റംസ് ഒക്കെയാണ് അവിടെ മെയിൻ ആയിട്ടുള്ളത്. കാരണം കൂടുതൽ വരുന്നതും ഇതുപോലെ തമിഴ് വംശജരും സൗത്ത് ഇന്ത്യൻസും ഒക്കെയാണ് കൂടുതൽ വരുന്നത്. ഇപ്പൊ അവിടെയുള്ളവർ തന്നെ ആണെങ്കിലും തൈപ്പൂയം ആണ് അവിടുത്തെ മെയിൻ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്, ഇയർലി നടക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യൻ പാനിപൂരി അങ്ങനത്തെ കുറച്ച് സ്നാക്സ് പോലെ കിട്ടുന്ന കടകളും ഉണ്ട്. മെയിനായിട്ട് സൗത്ത് ഇന്ത്യൻ തന്നെയാണ് അവിടെ നമുക്ക് എല്ലാ റെസ്റ്റോറൻറ്റ്സിലും കാണാൻ കഴിയുക. അതുകൊണ്ട് നമ്മൾ പോകുമ്പം നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല ഫുഡിന്റെ കാര്യത്തിൽ. ബാക്കി അവിടെ പറഞ്ഞ പോലെ സോവനിയർ ഷോപ്സ്, അങ്ങനെയുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഷോപ്സ് ഒക്കെയാണ്. ഇത്രയാണ് ആ ഒരു കോംപ്ലക്സിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. സ്റ്റോഴ്സും റെസ്റ്റോറൻറ്റ്സും എല്ലാം ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ടെ വാങ്ങിക്കാം, സോവനിയർ പോലെ ഐറ്റംസ് വാങ്ങിക്കാനുണ്ടെ വാങ്ങിക്കാം, ഭക്ഷണം കഴിക്കാൻ റിഫ്രഷ് ആവാം, എന്നിട്ട് ഇറങ്ങിയിട്ടോ എപ്പോഴാന്ന് വെച്ചാൽ സൗകര്യം പോലെ ചെയ്യുന്നത്. നമ്മൾ ചെന്നപ്പോൾ ഏതാണ്ട് ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് ചെറുതായിട്ട് കഴിച്ചിട്ടാണ് നമ്മൾ കയറിയത്. ഇത് നമ്മൾ പളനിയിലൊക്കെ ഉള്ള പോലെ തല മുട്ടയടിക്കാനും തലമുണ്ടനം ചെയ്യാനും കാതുകുത്താനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളും അവിടെയുണ്ട്. അങ്ങനെ എന്തെങ്കിലും വഴിപാടോ അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നവർക്ക് അതിനുള്ള സൗകര്യമുണ്ട്. ഇതൊരു ക്രാഫ്റ്റ്സിന്റെയും സോവനിയറിന്റെ ആയിട്ടുള്ള കംപ്ലീറ്റ്ലി അതിനു വേണ്ടി മാത്രമുള്ള ഒരു ഷോപ്പാണ്. മോള് ഫാനിന്റെ കാറ്റൊക്കെ കൊണ്ട് സ്വസ്ഥമായിട്ട് ഉറക്കമാണ്. നമ്മൾ മോളോട്ട് കയറാനായിട്ട് മോളൊന്ന് എഴുന്നേൽക്കുന്ന സമയമാകാനായിട്ടും കൂടെ വെയിറ്റ് ചെയ്യുക. ഒന്ന് ഫ്രഷ് ആയിട്ട് പയ്യെ കയറാനായിട്ട് നമ്മൾ ആ സ്റ്റെപ്പിന്റെ താഴെ എത്തിയ സ്റ്റെപ്പ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവരിങ്ങനെ പല കളർഫുൾ ആയിട്ട് ഇങ്ങനെ ഗ്രേഡിയൻസിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഒരു നല്ല ഭംഗിയാണ് ഇങ്ങനെ താഴെ നോക്കുമ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ. അതുകൊണ്ട് എല്ലാവരും ഒരു ഫോട്ടോ പോയിന്റ് ആണ് അവിടെ. പിന്നെ ഇഷ്ടംപോലെ കുരങ്ങന്മാരാണ് ഈ വഴിക്ക് മൊത്തം, ആ സ്റ്റെപ്പിൽ കൂടെ മൊത്തം. താഴെയാണ് ഫേമസ് ആയിട്ടുള്ള എല്ലാവരെയും വീഡിയോ എടുത്ത് നടക്കുന്ന പ്രാവുകളൊക്കെ നേരെ നിന്നിരിക്കുന്ന സ്ഥലം. പ്രാവുകളുടെ ഇടയിലൂടെ നടന്നൊക്കെ കുറെ വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണാൻ നിങ്ങൾക്ക് നോക്കിയാലും. നമ്മുടെ പ്രശസ്തമായ മുരുകന്റെ വലിയ സ്റ്റാച്ചു അതിന്റെ താഴെയുള്ളത്. ഈ സ്റ്റാറ്റുവിന് 141 അടി പൊക്കമുണ്ട്. ഇനി ബാട്ടു കേവ്സ് എന്ന് പേര് വരാനുള്ള കാരണം ബാട്ടു എന്ന് പറഞ്ഞാൽ ഹിൽ എന്നാണ് മലൈ ഭാഷയിലുള്ളവരുടെ മീനിങ്. പിന്നെ ഈ പറഞ്ഞ ബാട്ടു കേവ്സ് ഉണ്ടാവാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ചൈനീസ് അവിടെ ആളുകൾ വന്ന് അവിടെ സെറ്റിൽ ആയപ്പോൾ അവർ അതിനകത്തു നിന്ന് ഈ എന്താ പറയുന്നത് ബാറ്റ്സിന്റെ എക്സ്ക്രീഷൻ ഒരു ഫെർട്ടിലൈസർ ആയിട്ട് എടുക്കാനായിട്ട് അങ്ങനെ അവർ എക്സ്കവേറ്റ് ചെയ്താണ് ഈ പറഞ്ഞ പോലെ ഇത്ര വലിയ കേവ് ആയത്. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നു. പിന്നീട് അതിങ്ങനെ കേവ്സ് അത് കഴിഞ്ഞിട്ട് വന്നവർ ഇങ്ങനെ കണ്ടുപിടിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ വന്നപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച് അത് പിന്നെ ഒരു റിലീജിയസ് സൈറ്റ് ആയിട്ട് മാറുകയായിരുന്നു. അവിടെ ഒരു മുരുകന്റെ ഇതൊക്കെ പ്രതിഷ്ഠ പോലെയൊക്കെ ചെയ്ത് ഒരു ടെമ്പിളായി അങ്ങനെ ഒരു റിലീജിയസ് സൈറ്റ് ആയിട്ട് മാറുകയാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് കാണാൻ കുരങ്ങന്മാർ ഇഷ്ടം പോലെയാണ് അവിടെ. അധികം അതിനെ ഫീഡ് ചെയ്യാനൊന്നും പോകാതിരിക്കാൻ നല്ലത്. ഒത്തിരി പേരുടെ അതിനൊക്കെ ഈ പറഞ്ഞ പോലെ തട്ടിപ്പറിഞ്ഞോട്ടി പോകുന്നുണ്ട് സാധനങ്ങളൊക്കെ. പിള്ളേർ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ സ്ഥിരം എല്ലായിടത്തും കുരങ്ങന്മാരുള്ളിടത്ത് നടക്കുന്ന പോലെ തന്നെ. അതുകൊണ്ട് അതിനെ ഫീഡ് ചെയ്യാനൊന്നും അധികം പോകാതിരിക്കുക.
ഇതാണ് അതിന്റെ ഒരു എൻട്രൻസ് ഭാഗം എന്ന് പറയുന്നത്. ഇത്രയും വിസ്താരമുള്ളൊരു എൻട്രൻസ് ആണ് ഗുഹയ്ക്ക്. ചെറിയ ഇങ്ങനെ വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ട് മുകളിൽ നിന്ന്, ഈ ഗുഹയുടെ പാറകളുടെ സൈഡിൽ നിന്നൊക്കെ. അവിടെ എപ്പോഴും ഇങ്ങനെ ഒരു മോയിസ്റ്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഫുൾ ടൈം നമ്മൾ ആ കേവിനകത്തേക്ക്. കേവിനകത്തേക്കുള്ള നമ്മുടെ ക്ഷേത്രവും ബാക്കി വിശേഷങ്ങളും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.